രണ്ടാഴ്ച ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് ദേവനെയും ഗൗരിയെയും മഹിയെയും വീട്ടിലേക്ക് കൊണ്ടുപോയി. മഹിക്ക് ആകെയുള്ളതൊരമ്മ മാത്രമാണ്, ലേഖ. മഹിക്ക് 3 വയസ്സുള്ളപ്പോൾ ഉപേക്ഷിച്ച് പോയതാണ് അവൻ്റെ അച്ഛൻ. മറ്റു വീടുകളിൽ അടുക്കള പണിയും ചിലയിടങ്ങളിൽ പുറം പണിയും ഒക്കെ എടുത്ത് കിട്ടുന്ന കാശ് കൊണ്ടായിരുന്നു അവർ മഹിയെ പഠിപ്പിച്ചത്. അവനൊരു നിലയിലെത്തി കാണണമെന്ന് വിചാരിച്ച് അവർ ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു. ഒടുവിൽ അവനൊരു കമ്പനിയിൽ എംപ്ലോയി ആയി കയറി. അവിടെ വെച്ച് കിട്ടിയ കൂട്ടുകാരനായിരുന്നു കാശിദേവ്. പഴയ പോലെ പെട്ടെന്നൊന്നും എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത തൻ്റെ മകനെ ആ അമ്മ കണ്ണീരോടെ പൊതിഞ്ഞു പിടിച്ചു. അല്ലെങ്കിലും അമ്മമാരങ്ങനെയാണല്ലോ. ഗൗരിയെ നെല്ലിയായിലേക്ക് കൊണ്ടുപോയി. അവൾക്കിപ്പോഴും കുഴപ്പമൊന്നുമില്ല. ആള് നല്ല ഉഷാറാണ്. രശ്മിയുടെ കൊലപാതകി കാശിദേവ് ആയിരുന്നെന്നും അത് തനിക്ക് വേണ്ടിയായിരുന്നു എന്നും അറിഞ്ഞു ഗൗരി ആകെ തളർന്നിരുന്നു. തനിക്ക് വേണ്ടിയാണല്ലോ തൻ്റെ പെങ്ങൾ ജീവൻ വെടിഞ്ഞത് എന്നോർക്കെ അവളിൽ വല്ലാത്ത സങ്കടം നിറഞ്ഞു തൂവി. ഒപ്പമൊന്നും അറിയാത്ത തൻ്റെ പ്രാണനെ അവിശ്വസിച്ച് പോയതിലും അതിയായ ദുഃഖം തോന്നിയിരുന്നു അവൾക്ക്. എല്ലാം തിരിച്ചറിഞ്ഞ ഗീതയുടെ അവസ്ഥയും അറിച്ചല്ലായിരുന്നു. പൊന്നുപോലെ കൊണ്ടു നടന്ന തൻ്റെ മക്കളിൽ ഒന്നിൻ്റെ ജീവൻ മറ്റൊരു മകൾക്ക് വേണ്ടി ആ കഴുകൻ കൊത്തിവലിച്ചു എന്നറിഞ്ഞവർ തകർന്നു പോയിരുന്നു. ആ പേര് പറഞ്ഞൊരിക്കലും തൻ്റെ മറ്റൊരു മകളെ വേദനിപ്പിക്കാൻ ആ അമ്മയ്ക്ക് കഴിയുമായിരുന്നില്ല. ദേവനെ മേലെടുത്തേക്ക് കൊണ്ടുപോയി. മുറിവുകൾ ഉണങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ അവനിൽ. സുഭദ്രയും സഞ്ജുവും സത്യനും എല്ലാ സമയവും അവനോടൊപ്പം തന്നെ നിന്നു. ഹരി പലപ്പോഴായി സഞ്ജുവിനെ കാണാനും സംസാരിക്കാനും ശ്രമിച്ചു. എങ്കിലും അവൾ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി. ദേവനെ കാണാൻ എന്ന പേരിൽ സഞ്ജുവിനെ കാണാൻ ഹരി മിക്കപ്പോഴും തറവാട്ടിലെത്തുമായിരുന്നു. ദേവേട്ട. ഉച്ചയ്ക്കുള്ള ആഹാരം കഴിച്ച് ഉറക്കം വരാതെ ബെഡിൽ കണ്ണിന് മുകളിൽ കൈവച്ച് കിടക്കുകയാണ് ദേവൻ. ആ ഹരി, വാടോ. ദേവൻ ചിരിയോടെ അവനകത്തേക്ക് വിളിച്ചു. ഇപ്പം എങ്ങനെയുണ്ട് ഏട്ടാ? ദേവന്റെ ബെഡിനടുത്ത് കിടന്ന് ചെയറിലിരുന്നു കൊണ്ട് അവൻ ചോദിച്ചു. വല്യേട്ടാ. ഹരി വന്നതറിയാതെ ദേവനുള്ള വെള്ളവുമായി മുറിയിലേക്ക് വന്ന് സഞ്ജു അവൻ്റെ അടുത്തിരുന്ന ഹരിയെ കണ്ട് നെറ്റി ചുളിച്ചു. ദാ ഏട്ടാ വെള്ളം. അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൾ അവന് നേരെ വെള്ളം നീട്ടി. ദേവൻ അത് കയ്യിൽ വാങ്ങി. അപ്പോഴേക്കും അവൾ അവനുള്ള ഗുളിക പൊട്ടിച്ച് അവന് കൊടുത്തു. അവനത് വാങ്ങിക്കഴിച്ചു. ശേഷം ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി. അവൾ അവൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസും വാങ്ങി പുറത്തേക്ക് പോകാൻ നേരം ഹരി അവളെ വിളിച്ചു. സഞ്ജന, 1 മിനിറ്റ്. അവൾ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. ദേവനും ഹരിയെ തന്നെ നോക്കിയിരുന്നു. ദേവേട്ട, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഹരി പറയവേ സഞ്ജു നെഞ്ചത്ത് കൈ പിണച്ചു കെട്ടി അവനെ നോക്കി നിന്നു. പറയടോ, ദേവൻ പറഞ്ഞു. എനിക്ക് സഞ്ജനയെ ഇഷ്ടമാണ്. വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. ദേവന്റെ മുഖത്തേക്ക് നോക്കി ഹരി പറയവേ ദേവൻ സഞ്ജുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ ഇഷ്ടക്കേടോടെ മുഖം തിരിച്ചു. ദേവേട്ടന് ഇഷ്ടക്കുറവ് എന്തെങ്കിലും ഉണ്ടോ? ഹരി ദേവനോടായി ചോദിച്ചു. എനിക്കും ഇഷ്ടക്കുറവൊന്നുമില്ല ഹരി. ദേവൻ പറഞ്ഞു തീർന്നതും സഞ്ജുവിൻ്റെ ശബ്ദമുയർന്നു. എനിക്കിഷ്ടമല്ല. ഉറച്ച ശബ്ദത്തോടെ സഞ്ജു പറയവേ ഇരുവരും അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തുകൊണ്ട്? നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്നതല്ലേ സഞ്ജു? ഹരി ഇരുന്നിടത്തൊന്നും എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അല്ല. നിങ്ങൾ ഈ ഇരിക്കുന്ന എൻ്റെ ഏട്ടനെ കുറിച്ച് എന്തെല്ലാമാണ് പറഞ്ഞത്. ഇപ്പോഴെന്തേ ഇത്ര സ്നേഹം? ഇന്നും ഞാൻ നിങ്ങൾ പറഞ്ഞ ആ കൊലപാതകിയുടെ അനിയത്തി തന്നെയാണ്. ഒന്നും മറക്കാനുള്ളവല്ല ഈ സഞ്ജന. എൻ്റെ ജീവനാണ് എൻ്റെ അമ്മയും 2 ഏട്ടന്മാരും. അവരെക്കുറിച്ച് ആരെങ്കിലും മോശം പറഞ്ഞാൽ സഹിക്കില്ല മിസ്റ്റർ ഹരിനാരായണൻ സാറേ. സഞ്ജു പറയവേ ദേവൻ ഇരുവരെയും നോക്കി. ബെഡിലെ ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു. സഞ്ജന, അത് ലെറ്റ്സ് മീ എക്സ്പ്ലെയിൻ. ഹരി അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. അവൾ അല്പം പിന്നോട്ട് നീങ്ങി. വേണ്ട, ഇനി അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ മനസ്സിലിപ്പോൾ നിങ്ങളില്ല, പകരം മറ്റൊരാളാണ്. ഹരിയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് സഞ്ജു പറയവേ അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ നോക്കി. സഞ്ജു. മുറിക്ക് പുറത്തു നിന്നും എല്ലാം കേട്ടകത്തേക്ക് കയറിക്കൊണ്ട് സത്യൻ വിളിച്ചു. അവൻ്റെ ഒപ്പം സുഭദ്രയും ഉണ്ടായിരുന്നു. അതേട്ടാ, എനിക്കൊരാളെ ഇഷ്ടമാണ്. പക്ഷേ അതാരാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ സമ്മതിക്കില്ല. അതുകൊണ്ട് അതെൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. പിന്നെ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ മുന്നിലല്ലാതെ ഞാൻ എൻ്റെ കഴുത്ത് മറ്റാർക്കും മുന്നിൽ നീട്ടില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ മറ്റൊരാളുടെ താലിയും ഏറ്റുവാങ്ങില്ല. സഞ്ജു ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് ദേവനെ നോക്കി. സഞ്ജു, എനിക്കറിയണം അത് ആരാണെന്ന്. എനിക്കറിയണം. എന്നേക്കാൾ യോഗ്യനായവൻ ആരാണ് നിന്റെ കണ്ണിലെന്ന് എനിക്കറിഞ്ഞേ മതിയാവൂ. ഹരിമ സഞ്ജുവിനോട് പറഞ്ഞു. അവൾ എല്ലാവരെയും മാറി മാറി നോക്കി. പറയുമോളെ, അതാരാണെങ്കിലും ഏട്ടൻ നടത്തി തരും, ദേവൻ പറഞ്ഞു. പറയുമോളെ. സത്യം നിർബന്ധിച്ചതും സഞ്ജുവിൻ്റെ നാവ് ചലിച്ചു. മഹിയേട്ടൻ. ഹരി ഞെട്ടലോടെ അവളെ തുറിച്ചു നോക്കി. സഞ്ജു തലതാഴ്ത്തി നിന്നു. സഞ്ജു, ഇങ്ങടുത്തു വാ. ദേവൻ വിളിക്കവേ ഭയത്തോടെ അവൾ അവൻ്റെ അടുത്തേക്ക് അടിവെച്ചു.
അവൻ അവളുടെ അടുത്തായി പിടിച്ചിരുത്തി. എൻ്റെ വല്യേട്ടൻ്റെയും ഗൗരിയേട്ടത്തിയുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും കളയാൻ തയ്യാറായില്ലേ മഹിയേട്ടൻ? അങ്ങനെയുള്ള മഹിയേട്ടൻ എന്നെ സ്നേഹിക്കും, എനിക്കുറപ്പാ. എനിക്കിനിയുള്ള കാലം മഹിയേട്ടനൊപ്പം ജീവിച്ചാൽ മതി ഏട്ടാ. പ്ലീസ്, ഞാൻ നോക്കിക്കോളാം. പ്ലീസ് ഏട്ടാ. വിതുമ്പിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാരി സഞ്ജുവിൻ്റെ ഇഷ്ടത്തെ മാനിച്ചുകൊണ്ട് ദേവനും സത്യനും സുഭദ്രയും സഞ്ജുവിനെയും കൂട്ടി 2 ആഴ്ചയ്ക്ക് ശേഷം മഹിയെ കാണാൻ അവൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ദേവനിപ്പോൾ ഓക്കെ ആയി. മുറ്റത്ത് വണ്ടി നിർത്തി 4 പേര് മുറ്റത്തിറങ്ങി. ഒരു ചെറിയൊരു ഓടിട്ട വീടായിരുന്നു മഹിയുടേത്. ലേഖേ, ഉമ്മറത്തേക്ക് കയറിക്കൊണ്ട് സുഭദ്ര വിളിച്ചതും വെളുത്തു കൊലുന്നനെയുള്ള സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു. അയ്യോ, ആരൊക്കെയാ ഇത്? കയറി വാ. അവർ ചിരിയോടെ എല്ലാവരെയും അകത്തേക്ക് വിളിച്ചു. ഇരിക്ക്. അവരെയെല്ലാം ചെയറിലേക്ക് ഇരുത്തി അവർ ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു. മഹി എവിടെ അമ്മേ? അകത്തേക്ക് കയറിയപ്പോൾ മുതൽ സഞ്ജുവിൻ്റെ കണ്ണുകൾ അവിടമാകെ അലഞ്ഞു തിരയുന്നത് കണ്ട് ദേവൻ ചോദിച്ചു. അവൻ പറമ്പില. ഇപ്പൊ പതിയെ പതിയെ നടന്നു തുടങ്ങി. അവിടെ കിഴങ്ങ് പുഴുങ്ങുവാണ്. മുറിയിൽ തന്നെ ഇരുന്നിട്ട് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ആക്കിയത്. ലേഖ മങ്ങിയ മുഖത്തോടെ പറഞ്ഞു. നിങ്ങളിരിക്ക്, ഞാൻ ചായ എടുക്കാം. ലേഖേ, അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങിയവ സുഭദ്ര വിളിച്ചു. എന്താ സുഭദ്രേ? അവർ സംശയത്തോട് ചോദിച്ചു. ഞങ്ങൾ വെറുതെ വന്നതല്ല, ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ. സുഭദ്ര എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ? പറഞ്ഞു. സംശയത്തോടെ ലേഖ പറഞ്ഞു. ഒരു കല്യാണക്കാര്യം. ഒരു ചിരിയോടെ ദേവൻ പറഞ്ഞു. അപ്പോഴും ഒന്നും മനസ്സിലാവാതെ അവർ എല്ലാവരെയും മാറി മാറി നോക്കി. പെണ്ണ് ഞങ്ങളുടെ കുറുമ്പിയ സഞ്ജു. പയ്യൻ അമ്മ സമ്മതിച്ച മഹിയും. ദേവൻ പുഞ്ചിരിയോടെ പറയവേ ലേഖ ഞെട്ടലോടെ അവരെ നോക്കി. തൊട്ടടുത്ത നിമിഷം അവർ തേങ്ങലോടെ മുഖം പൊത്തി കരഞ്ഞു. ഏയ്, അമ്മ കരയാ? ദേവൻ എഴുന്നേറ്റ് ചെന്നവർ നെഞ്ചോട് ചേർത്തു. അപ്പോഴേക്കും സഞ്ജുവും അവരുടെ അടുത്തേക്ക് ചെന്നു. വേണ്ട മോളെ, എൻ്റെ മോന് നടക്കാനൊന്നും കഴിയില്ല. നാളെ മോൾക്ക് അതൊരു ബുദ്ധിമുട്ടാകും. മോൾക്ക് വേറെ നല്ല കുട്ടികളെ കിട്ടും എൻ്റെ മോനെ. സഞ്ജുവിൻ്റെ കൈകൾ കൂട്ടുപിടിച്ച ലേഖ പറയെ അവരുടെ കൈകൾ കവർന്നു. അങ്ങനെ പറയില്ലമ്മ. സിമ്പതിയുടെ പുറത്തല്ല, ശരിക്കും ഇഷ്ടമായിട്ടാ ഞാൻ. വേണ്ടെന്ന് പറയില്ലേ, ഞാൻ കാലു പിടിക്കാം. ഞാൻ നോക്കിക്കോളാം മഹിയേട്ടനെ. പ്ലീസ് അമ്മ. സഞ്ജു വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എനിക്കറിയില്ല, അവൻ സമ്മതിച്ച അമ്മയ്ക്ക് എതിർപ്പൊന്നുമില്ല മോളെ. നല്ല മോളാണ് നീ, എനിക്കറിയാം. നേരത്തെ ആയിരുന്നെങ്കിൽ. അവർ കണ്ണുകൾ അമർത്തി തുടച്ചു. ലേഖേച്ചി. പെട്ടെന്നൊരു വിളി കേട്ടതും അവർ പുറത്തേക്ക് നടന്നു. പിന്നാലെ എല്ലാവരും. മഹിയെ തിണ്ണയിലേക്ക് ഇരുത്തിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. പണി കഴിഞ്ഞു ഞങ്ങൾ പോവാ. കിഴങ്ങുതോ അവിടെ വെച്ചിട്ടുണ്ടേ, അയാൾ പറഞ്ഞു. നിൽക്കടാ, ചായ കുടിച്ചിട്ട് പോകാം. ഏയ് സാരമില്ല ചേച്ചി, പോയിട്ടൊരു അത്യാവശ്യമുണ്ട്, അതാണ്. അയാൾ മഹിയോട് പറഞ്ഞ് പുറത്തേക്ക് പോയി. മഹി. ദേവൻ വിളിക്കവേ മങ്ങിയൊരു ചിരിയോടെ അവൻ ദേവനെ നോക്കി. എപ്പോൾ വന്നു ദേവാ? മഹിയിടറിയ സ്വരത്തിൽ ചോദിച്ചു. ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി. ദേവൻ അവൻ്റെ അടുത്തായി ഇരുന്നു. മഹി മറ്റെങ്ങോ നോട്ടം പായിച്ചു. സുഖല്ലേ? മറ്റെവിടെയോ നോക്കി ചോദിക്കുന്നവനെ ദേവൻ ദയനീയമായി നോക്കി. സഞ്ജുവിൻ്റെ കണ്ണുകൾ അപ്പോഴും അവൻ്റെ മുഖത്തായിരുന്നു. മഹി, എൻ്റെ പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടാൻ നിനക്ക് സമ്മതമാണോ? ഒരു മുഖവരെയും കൂടാതെ ദേവൻ ചോദിച്ചതു മഹി ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശേഷം ആ കണ്ണുകൾ ഉമ്മറത്തൊരു വശത്തായി നിന്ന് തന്നെ നോക്കുന്നവളിലേക്ക് നീങ്ങി. തൊട്ടടുത്ത നിമിഷം അവൻ്റെ കണ്ണുകൾ പിൻവലിച്ചു. കഴിയുമോ നിനക്ക്? ദേവൻ വീണ്ടും ചോദിച്ചു. അവൻ പതിയെ ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റു. ആരെയും നോക്കാതെ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി. എല്ലാവരും പരസ്പരം നോക്കി. സഞ്ജു മങ്ങിയ മുഖത്തോടെ ദേവനെ. ചെല്ലുമോളെ, നീ പോയി സംസാരിക്കുക അവനോട്. ദേവൻ പറയവേ അവൾ തലയാട്ടി അകത്തേക്ക് നടന്നു. ചാരി വെച്ചിരുന്ന മുറി തള്ളി തുറന്ന് അകത്തേക്ക് കയറിയ സഞ്ജു ജനാലയോടടുത്തിട്ടിരുന്ന കട്ടിലിൻ്റെ ഓരത്തിരുന്ന് ജനാലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു മഹി. കവളിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. സഞ്ജു അവൻ്റെ അടുത്തായിരുന്നു. മഹിയേട്ടാ. പെട്ടെന്ന് അവളുടെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവൾ അവൻ്റെ അനുവാദം ചോദിക്കാതെ ആ കണ്ണുനീർ തൻ്റെ കൈവിരലുകൾ കൊണ്ട് തുടച്ചു നീക്കി. സഞ്ജു, നീ നന്നായി ആലോചിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ? എനിക്കിനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാനാവില്ല. ഏതൊരു പെണ്ണും ആഗ്രഹിക്കും പോലെ ഒരു പത്ത് സുഖവും സന്തോഷവും ഒന്നും നിനക്ക് തരാൻ എനിക്കാവില്ല. എന്തിനേറെ പറയുന്നു, നിനക്കൊരു കുഞ്ഞിനെ തരാൻ പോലും. അവൻ പറഞ്ഞു തീരും മുന്നേ അവൾ അവൻ്റെ വാ പൊത്തി. മഹിയേട്ടനല്ലേ എൻ്റെ കുഞ്ഞ്, എനിക്ക് ഏട്ടൻ മതി. ഇതുപോലെ ഓരോന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കും എന്ന് വിചാരിക്കേണ്ട. ഞാൻ പോവില്ല. ചത്താലും മഹിയേട്ടനെ വിട്ട് ഞാൻ പോവില്ല.
അവനെ ചുറ്റിപ്പിടിച്ച് ആ നെഞ്ചോടി ചേർന്നുകൊണ്ട് അവൾ പറയവേ സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ മഹിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. 2 മാസങ്ങൾക്ക് ശേഷമുള്ളൊരു പൊൻപുലരി. എടി പെണ്ണെ, എഴുന്നേൽക്കടി, ഇന്ന് നിന്റെ കല്യാണം അല്ലേ? നേരം പുരന്നിട്ട് പോത്തുപോലെ കിടന്നുറങ്ങുന്ന സഞ്ജുവിനെ തട്ടി വിളിച്ചുകൊണ്ട് സുഭദ്ര പറഞ്ഞു. അയ്യോ, അമ്മ വിളിച്ചിട്ടും പുതപ്പ് തലവഴിയിട്ട് ഉറങ്ങാൻ ഒരുങ്ങവെയാണ് കല്യാണം എന്ന വാക്ക് ഓർമ്മ വന്നത്. അവൾ ചാടി എണീറ്റ് വാഷ്റൂമിലേക്ക് ഓടി. ഇന്നാണ് എല്ലാവരും കാത്തിരുന്ന ദേവന്റെയും ഗൗരിയുടെയും ഒപ്പം മഹിയുടെയും സഞ്ജുവിൻ്റെയും കല്യാണം. അതിൻ്റെ തിരക്കുകളാണ് 3 വീട്ടിലും. ആദ്യമൊന്നും മഹി സഞ്ജുവിനെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ല. അവൻ്റെ ഫിസിക്കൽ പ്രോബ്ലമിനിടയിൽ അവളെ കൂടി കൊണ്ടുവന്നാൽ അത് ശരിയാവില്ല എന്നായിരുന്നു അവൻ പറഞ്ഞത്. പക്ഷേ സഞ്ജു ഒറ്റക്കാലിൽ നിന്ന് ഒടുവിൽ ചെറുക്കൻ്റെ തപസ്സിളകി. അപ്പുവിന് രേഷ്മ എന്നൊരു പെണ്ണുമായി അഫെയർ ഉണ്ടെന്നറിഞ്ഞതും ശാരദ ചൂലെടുത്തു. എങ്കിലും എല്ലാവരും കൂടി കൺവിൻസ് ചെയ്ത് അവൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കി. സത്യന് ആലോചനകൾ നോക്കുന്നുണ്ട്, വീട്ടുകാരല്ല, അവൻ തന്നെ. അജിത്തിൻ്റെ നിശ്ചയം കഴിഞ്ഞു. ശിവത എന്നാണ് പെണ്ണിൻ്റെ പേര്. അവൻ്റെ മുറപ്പെണ്ണായിരുന്നു പെണ്ണ്. പണ്ടേ ചെറുക്കനെ നോട്ടമെടുത്തതായിരുന്നു. പക്ഷേ അവൻ അറിയാൻ വൈകിപ്പോയി. ഹരിയാകെ ശോകമടിച്ചിരിപ്പാണ്. ഇനിയൊരു വിവാഹത്തിന് താല്പര്യമില്ലെന്ന് അവൻ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തു എന്നൊക്കെയാണ് കേൾവി. സഞ്ജു കുളിച്ചിറങ്ങിയതും സുഭദ്ര മുറിയിലേക്ക് വന്നു. ഒപ്പം അവളെ ഒരുക്കാൻ വന്ന ബ്യൂട്ടീഷ്യനും. ഇരുവരും ചേർന്ന് അവളെ സാരി ഉടുപ്പിച്ചു. മഞ്ഞൾ നിറത്തിൽ പച്ച ബോർഡിലുള്ള പട്ടുസാരി ആയിരുന്നു അവൾക്കായി എടുത്ത സാരി. അത് മഹിയുടെ സെലക്ഷനാണ്. സാരി നന്നായി ഞൊറിഞ്ഞുടുപ്പിച്ച് മുടിയും നല്ല സ്റ്റൈലായി കെട്ടി തല നിറയെ പൂവും വെച്ച് മുഖത്ത് മേക്കപ്പ് ഇടാൻ തുടങ്ങി. അതിനിടയിൽ സുഭദ്ര താഴേക്ക് പോയി അവൾക്ക് കഴിക്കാനുള്ള ആഹാരം എടുത്തുകൊണ്ടുവന്നു. ഈ സമയം ദേവനെ ഒരുക്കുവാണ് സത്യനും അജിത്തും ഒപ്പം ഹരിയും ചേർന്ന്. ക്രീം കളർ ഷർട്ടും വൈറ്റ് കളർ മുണ്ടും ധരിച്ച് കണ്ണാടിയിൽ നോക്കി മുടിയൊതുക്കുവാണ് ദേവൻ. അവൻ്റെ അടുത്തായി തന്നെ ഇരിപ്പുണ്ട് സത്യനും ഹരിയും അജിത്തും. സത്യൻ ചുവപ്പ് നിറത്തിലുള്ള ഷർട്ടും വെള്ളമുണ്ടും ധരിച്ചപ്പോൾ അജിത്ത് ഗ്രീൻ കളറിലുള്ള ഷർട്ടും വെള്ളമുണ്ടും, ഹരി ഓറഞ്ച് നിറത്തിലുള്ള ഷർട്ടും വെള്ളമുണ്ടും ധരിച്ചു. ഇടതു കൈയിലൊരു വാശം കെട്ടി മുഖത്തൽപ്പം മേക്കപ്പും ചെയ്ത് കഴിഞ്ഞതും അവൻ്റെ ഒരുക്കം കഴിഞ്ഞു. അപ്പോഴേക്കും സത്യൻ അവനെ ഫുഡ് കഴിക്കാനായി പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. കല്യാണ വേഷത്തിൽ സുന്ദരിയായി ഒരുങ്ങി വരുന്നവളെ ഹരി കണ്ണിമശിമാതെ നോക്കി നിന്നു. അത് കണ്ടതും അജിത്ത് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഹരി, സാരമില്ലടോ, വിട്ടേക്ക്. അവളുടെ സ്നേഹത്തിന് എനിക്ക് അർഹതയില്ല അജിത്ത്. മഹി നല്ലവനാ. ഒരു കണക്കിന് സഞ്ജു മഹിയെ ചൂസ് ചെയ്തതാ നല്ലത്. അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു താങ്ങും തണലുമായി നിൽക്കാൻ അവളുള്ളത് എന്തുകൊണ്ടും നല്ലതാണ് അജിത്ത്. ഹരി മങ്ങിയൊരു ചിരിയോടെ പറഞ്ഞു. നഷ്ടബോധം തോന്നുന്നുണ്ടോ തനിക്ക്? ഒരുപാട്. അന്നവൾ പറഞ്ഞത് കേൾക്കാൻ ഞാൻ തയ്യാറായില്ല. നാട്ടുകാരുടെ മുന്നിൽ അവളെയും ദേവേട്ടനെയും ഞാൻ ഒരുപാട് അപമാനിച്ചു. ഒന്നും മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചില്ല. ഞാൻ അന്വേഷിച്ചില്ല. എൻ്റെ തെറ്റാണ്. എൻ്റെ സഞ്ജുവിനെ നഷ്ടപ്പെടുത്തിയത് ഞാൻ തന്നെയാണ് അജിത്ത്, ഞാൻ തന്നെയാണ്. ഇടർച്ചയോടെ പറഞ്ഞുകൊണ്ട് അവൻ ദേവൻ്റെ അടുത്തേക്ക് നടന്നു. ദേവനും സഞ്ജുവും മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി അച്ഛൻ്റെ അസ്ഥിത്രയിൽ പോയി നിന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച ശേഷം അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. അജിത്ത് ഓടിച്ച കാറിൽ സഞ്ജുവും സുഭദ്രയും ഒപ്പം അവരുടെ കുറച്ച് ബന്ധുക്കളും കയറിയപ്പോൾ സത്യൻ ഓടിച്ച കാറിൽ ദേവനും ഹരിയും രാഘവനും ഒപ്പം ദേവൻ്റെ ഫ്രണ്ട്സും അജിത്തിൻ്റെ വണ്ടിയുടെ പിന്നാലെ അമ്പലത്തിലേക്ക് തിരിച്ചു. ഈ സമയം ഗൗരിയെ അമ്പലത്തിൽ തന്നെ ഓഡിറ്റോറിയത്തിലുള്ള റൂമിലിരുത്തി ഒരുക്കുകയായിരുന്നു ബ്യൂട്ടീഷ്യൻ. റോസും പച്ചയും കലർന്ന പട്ടുസാരിയായിരുന്നു അവളുടേത്. ദേവൻ്റെ സെലക്ഷൻ. നന്നായി ഞൊറിഞ്ഞെടുത്ത് തലമുടി ബാക്കിലേക്ക് പിന്നിട്ട് തല നിറയെ മുല്ലപ്പൂവും ചൂടിയ ആഭരണങ്ങളും അണിയിച്ച് അവളെ ഒരു ദേവതയെ പോലെ ഒരുക്കിയിരുന്നു അവർ. മഹിയ വസ്ത്രം ധരിപ്പിച്ചതും ഒരുക്കി സുന്ദരനാക്കിയതുമൊക്കെ അവൻ്റെ കസിൻ ശരത്തായിരുന്നു. ക്രീം കളർ ഷർട്ടും വെള്ളമുണ്ടും ധരിപ്പിച്ച് അവനെ മുറിക്ക് പുറത്തേക്ക് കൊണ്ടുവന്നതും അമ്മ നിറകണ്ണുകളോടെയാണ് ആഹാരം വാരിക്കൊടുത്തത്. ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയതും സഞ്ജുവിനെയും കൂട്ടി ഗൗരിയുടെ മുറിയുടെ തൊട്ടടുത്തുള്ള മുറിയിലേക്ക് കയറിപ്പോയി സുഭദ്ര. ശാരദയും അപ്പവും ഗൗരിയുടെ അടുത്ത് നിന്നും സഞ്ജുവിനെ കാണാനായി അവളുടെ അടുത്തേക്ക് പോയി. അല്പം കഴിഞ്ഞതും ദേവനെയും കൊണ്ട് സത്യൻ്റെ വാഹനം അമ്പലത്തിലെത്തി. അതേസമയം തന്നെ മഹിയെയും കൊണ്ട് ശരത്തിൻ്റെ വാഹനവും എത്തി. വണ്ടി നിർത്തി ഇറങ്ങി ശരത്ത് വേഗം മഹിയെ ശ്രദ്ധയോടെ പിടിച്ചിറക്കി. ഗൗരിയുടെ ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് അപ്പുദേവൻ്റെ കാല് കഴുകിയപ്പോൾ സത്യൻ മഹിയുടെ കാല് കഴുകി ബൊക്ക കൊടുത്തു. ഇരുവരെയും അകത്തേക്ക് ആനയിച്ചു. ദേവനും മഹിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴും ഹരിയുടെ കണ്ണുകൾ മഹിയിലായിരുന്നു. സോറി അലിയ, കെട്ടിപ്പോയത് കൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ കഴുകിയേനെ കാല്. മുന്നോട്ട് നടക്കുമ്പോൾ ദേവൻ മഹിയോടായി പറഞ്ഞു. സാരമില്ല അലിയ, അവസരം വരും. മഹി പറഞ്ഞത് ദേവൻ അറിയാതെ ചിരിച്ചുപോയി.
ഓഡിറ്റോറിയത്തിലേക്ക് കയറി വരുന്ന കല്യാണ ചെക്കന്മാരെ എല്ലാവരും അടിമുടി നോക്കി കുറ്റവും കുറവുമെല്ലാം പറയാൻ തുടങ്ങി. മഹിയുടെ കാലുകളെ നോക്കി പലരും പുച്ഛിക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ച് പീഠത്തിനടുത്തേക്ക് നടന്നിരുന്നു ദേവൻ. ഇരുവരും ഇരുന്നതും തിരുമേനി പെൺകുട്ടികളെ വിളിക്കാൻ പറഞ്ഞയച്ചു. അല്പം കഴിഞ്ഞതും സുഭദ്രയോടും സത്യനോടൊപ്പം സഞ്ജുവും ഗീതയോടും അപ്പുവിനോടൊപ്പം ഗൗരിയും മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. പീഠം വലയം വയ്ക്കാനും കൈപിടിച്ചു നടത്താനും അച്ഛൻ്റെ സ്ഥാനത്ത് ഇരുവർക്കും ആളില്ലായിരുന്നതിനാൽ ഗൗരിയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് അപ്പുവിൻ്റെ അച്ഛൻ ശ്രീധരനും സഞ്ജുവിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് രാഘവനും നിന്ന് കുട്ടികളുടെ കൈപിടിച്ചു മുന്നേ നടന്നു. 3 വലം വെച്ച് മണ്ഡപത്തിൽ കയറി എല്ലാവരെയും നോക്കി കൈകൂപ്പി ഗൗരി ദേവന്റെ അടുത്തും സഞ്ജു മഹിയുടെ അടുത്തും ഇരുന്നു. ഗൗരി അടുത്തിരുന്നതും ദേവൻ അവളുടെ കയ്യിൽ ചെറുതായെന്ന് നുള്ളി. അവൾ തലചരിച്ച് അവനെ നോക്കവേ അവനൊന്ന് ഇളിച്ചു കാണിച്ചിരുന്നു. സഞ്ജു മഹിയുടെ ഇടം കൈയിൽ കൈ ചേർത്ത് അവൻ ഞെട്ടി തലചരിച്ചു നോക്കിയതും അവൾ അവനെ നോക്കി സൈറ്റടിച്ച് കാണിച്ചു. ചെറുക്കൻ ഫ്ലാറ്റ്. സമയമായതും തിരുമേനി എടുത്തു കൊടുത്ത താലി രാഘവന്റെ കയ്യിൽ നിന്നും ദേവനും ശ്രീധരന്റെ കയ്യിൽ നിന്നും മഹിയും ഏറ്റുവാങ്ങി. കെട്ടിമേളം ഉയർന്നതും ദേവൻ ഗൗരിയുടെയും മഹി സഞ്ജുവിൻ്റെയും കഴുത്തിൽ താലി ചാത്തി. ശേഷം അമ്മമാർ നൽകിയ കുങ്കുമം കൊണ്ട് ഇരുവരുടെയും സിന്ദൂരരേഖയും ചുവപ്പിച്ചു. അമ്മമാരെല്ലാം നിറകണ്ണുകളോടെ നോക്കി നിന്നപ്പോൾ ഏട്ടന്മാരെല്ലാം അത് ഫോണിൽ പകർത്തുന്ന തിരക്കിലായിരുന്നു. അപ്പോഴും ആരുടെയും കണ്ണിൽപ്പെടാതെ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു വശത്ത് എല്ലാം വീക്ഷിച്ചുകൊണ്ട് കാശിയും സാവിത്രിയും ഉണ്ടായിരുന്നു. കെട്ടിക്കഴിഞ്ഞ് ആഹാരവും കഴിച്ചു പോകാൻ നേരമായതും സഞ്ജു ഏട്ടന്മാരെയും അമ്മമാരെയും ചുറ്റിപ്പിടിച്ച് കരഞ്ഞു. അവർക്കും അവളെ പിരിയുന്നതിൽ സങ്കടമായിരുന്നെങ്കിലും അവർ അത് അവളുടെ മുന്നിൽ മനഃപൂർവ്വം മറച്ചുവെച്ചു. അവൾ കണ്ണീരോടെ ശരത്തിൻ്റെ വണ്ടിയിൽ മഹിയോടൊപ്പം കയറി. സാരിത്തുമ്പ് വായിൽ തിരുകി കരയുന്നവളെ മഹി തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒരാശ്രയം കിട്ടിയ പോലെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു തേങ്ങി. അല്പം കഴിഞ്ഞതും വണ്ടി മഹിയുടെ വീട്ടിലേക്ക് പാഞ്ഞു. ദേവനോടൊപ്പം സത്യൻ്റെ വാഹനത്തിൽ കയറാൻ നേരം ഗൗരിയും ഗീതയെയും അപ്പുവിനെയും ശാരദയെയും ചുറ്റിപ്പിടിച്ച് കരഞ്ഞു. ഗീതയെ ഒറ്റക്കാക്കി പോകുന്നതിലുള്ള സങ്കടമായിരുന്നു അവളിൽ കൂടുതലും. അപ്പോഴും അപ്പുവും ശാരദയും ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് കാറിലേക്ക് കയറ്റി. സങ്കടത്തോടെ കണ്ണീരിനൊപ്പം അവളുടെ തോളിലൂടെ കൈയിട്ട് ദേവൻ അവളെ തന്നോട് ചേർത്തിരുത്തി. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. രാത്രി അമ്മ തന്നയച്ച പാലും കയ്യിൽ പിടിച്ച സെറ്റ് സാരിയും എടുത്ത് തലയിൽ പൂവും ചൂടി ഇരുമുറികളുടെ മുന്നിൽ വെപ്രാളത്തോടെ നിൽക്കുകയായിരുന്നു ഗൗരിയും സഞ്ജുവും. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് രണ്ടാളും മുറിയിലേക്ക് കയറി. അകത്തേക്ക് കയറിയ സഞ്ജു മുറിയിലെല്ലാം കണ്ണോടിച്ചു. മഹിയെ കാണാനില്ല. ഒടുവിൽ ഗ്ലാസ് ടേബിളിൽ വെച്ച് അവൾ തിരിഞ്ഞ് വാതിലടച്ച് കുറ്റിയിട്ടു. തിരിയാൻ തുടങ്ങവേ മഹി പിന്നിൽ നിന്നും അവളെ ചുറ്റിപ്പിടിച്ചു. പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ നീക്കത്തിൽ അവളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. മഹിയേട്ടാ. പതിഞ്ഞ സ്വരത്തിൽ അവൾ വിളിക്കവേ അവൻ അവളുടെ കാതിൽ ചുംബിച്ചുകൊണ്ട് മൂളി. അവൾ ഞൊടിയിടയിൽ അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് തിരിഞ്ഞ് അവനെ ചുറ്റിപ്പിടിച്ച് ആ നെഞ്ചോരം ചേർന്നു. സഞ്ജു, നിനക്ക് ശരിക്കും എന്നോട് ഇഷ്ടമുണ്ടോടാ പെണ്ണെ? അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ടുള്ള അവൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം നൽകിയത് അവളുടെ ചുണ്ടുകളുടെ ചുംബനമായിരുന്നു. മിഴിച്ചു നോക്കുന്നവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ബെഡിലേക്ക് കിടത്തി. സഞ്ജു അവൻ്റെ അടുത്തായി കിടന്ന ശേഷം അവൻ്റെ ചുണ്ടുകളെ കവർന്നെടുത്തു. ഒരു ദീർഘ ചുംബനത്തിനൊടുവിൽ അവൾ അവനിൽ നിന്നും വിട്ടുമാറി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇനി ചോദിക്കില്ലല്ലോ അല്ലേ? അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൾ പറയവേ അവൻ അവളെ ബെഡിലേക്ക് കിടത്തി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി കടിച്ചു നുണയാൻ തുടങ്ങിയിരുന്നു. അവൾ അവനെ തന്നോട് ചേർത്ത് പിടിച്ചു. അവനിൽ അധികം പ്രഷർ കൊടുക്കാതെയാണ് അവൾ അവന് വിധേയയായി കിടന്നത്. സഞ്ജു, ഐ ലവ് യു. അവളുടെ കാതിൽ ചുംബിച്ചുകൊണ്ട് മഹി പറയവേ അവൾ അവനെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു. ഈ സമയം മുറിയിലേക്ക് കയറിയ ഗൗരി പാല് ടേബിളിൽ വെച്ചതും കതകിൻ്റെ പിന്നിൽ നിന്ന് ദേവൻ വാതിലടച്ച് കുറ്റിയിട്ടു. അവൾ തിരിഞ്ഞു നോക്കവേ അവൻ അവളെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി ബെഡിലേക്കിട്ട് അവളുടെ ദേഹത്തേക്ക് അമർന്നു. ദേവേട്ടാ, മിണ്ടല്ല പെണ്ണെ, ഞാൻ നിന്നെ ഒന്ന് കണ്ടോട്ടെ. അവളെ കണ്ണിമിച്ചുമാതെ നോക്കുന്നവനെ അവൾ നാണത്തോടെ നോക്കിപ്പോയി. ഗൗരി, എനിക്ക് കാണിച്ചു തരുമോ? എന്ത്? നിന്നെ. പ്രണയാർദ്ധമായി ദേവൻ ചോദിക്കവേ അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. അവനൊരു ചിരിയോടെ അവളുടെ മുഖം പിടിച്ചുയർത്തി ആ ചുണ്ടുകളെ കവർന്നെടുത്തു. അവളുടെ ഇതളുകളെ ചുംബിച്ചു വിട്ടുകൊണ്ട് അവൻ അവളുടെ സാരിയുടെ പിന്നഴിച്ചു മാറ്റി മാറിൽ നിന്നും സാരി വലിച്ചു താഴ്ത്തി കഴുത്തിലേക്ക് മുഖം ചേർത്തു. അവൾ അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ച് അവനെ തന്നോട് ചേർത്തു. അവളുടെ കഴുത്തിലാകെ ചുണ്ട് ചേർത്ത് നുണഞ്ഞുകൊണ്ട് അവൻ അവളുടെ ബ്ലൗസിൻ്റെ ഹുക്ക് കടിച്ചഴിച്ച് താഴേക്കിട്ടു. ശേഷം അവൻ്റെ ഷർട്ടും അഴിച്ചു മാറ്റി.
പതിയെ പതിയെ അവളുടെ കഴുത്തിൽ നിന്ന് മാറിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചലിച്ചു. അവളെ എങ്ങലോടെ അവനെ ചുറ്റിപ്പിടിച്ചു. അവൻ്റെ ചുണ്ടുകളും കൈവിരലുകളും അവളുടെ ശരീരത്തിലാകെ ഓടി നടന്നു. ഏതോ യാമത്തിൽ ഇരുവരുടെയും ഉടയാടകളെല്ലാം അഴിഞ്ഞു വീണതും വികാരത്തിൻ്റെ തീവ്രതയിൽ ഇരുവരും പരസ്പരം ഒന്നായി തീർന്നിരുന്നു. ഒടുവിൽ തളർന്നുകൊണ്ട് അവളുടെ മാറിലേക്ക് വീണ ദേവന്റെ നെറ്റിയിൽ ഒരു സ്നേഹചുംബനം നൽകി അവൾ അവനെ തന്നോട് ചേർത്ത് പിടിച്ചു. ബെഡിലേക്ക് ഇറങ്ങിക്കിടന്ന ദേവൻ ഗൗരിയെ വലിച്ചു നെഞ്ചോട് ചേർത്ത് കിടത്തി. വരുന്ന ആളുകളിൽ അവരുടെ ജീവിതവും പ്രണയവും എല്ലാം സ്വപ്നം കണ്ട് ആ മുറിക്കുള്ളിൽ ഒരു മനസ്സും ശരീരവുമായി അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. മഹിയുടെ നെഞ്ചിൽ തലചായ്ച്ചു സഞ്ജുവും. അപ്പോഴും കല്യാണം കഴിക്കാത്ത പാവം പിള്ളേർ സീലിംഗിലേക്ക് നോക്കി ചിന്താമഗ്നന്മാരായപ്പോൾ നിരാശകാമുകനായ ഹരിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അവൻ സംശയത്തോടെ കോൾ എടുത്തു. ഹലോ ഹലോ ഹരി സാർ അല്ലേ? അതെ, ആരാ? ഞാൻ ആത്മിക വേണുഗോപാൽ. ആമി? അരിഞ്ഞെട്ടലോടെ വിളിച്ചു പോയി. അതെ, ഞാൻ തന്നെ. തൻ്റെ മുറപ്പെണ്ണ് എവിടെ ആയിരുന്നടാ പൊട്ടി നീ? എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയിട്ട് എന്ത് കിട്ടി നിനക്ക്? അവൻ വേറെ കെട്ടിയില്ലേ? നന്നായി. നിനക്ക് അങ്ങനെ തന്നെ വേണമടാ മരക്കോന്ത് മോറ. ഇനി നിനക്ക് എന്നെ കെട്ടാതെ വേറെ നിവൃത്തിയില്ല. മര്യാദയ്ക്ക് നാളെ പപ്പയോട് വന്ന് പെണ്ണ് ചോദിച്ചില്ലേ, കൊല്ലും ഞാൻ. അവളുടെ വാക്കുകൾ കേട്ട് ഹരി അറിയാതെ ചിരിച്ചു പോയി. ഓ, വന്നോളാമേ. അങ്ങനെ ഹരിയും സെറ്റായി. ഇനി അവരെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ.